പക്ഷേ ഇതുപോലെ ക്രൂരമായ രൂപത്തിൽ ഒരു റാങ്കിങ് കേസിൽ ചിലപ്പോൾ ചീസ് ചെയ്യാം, ആ ഒരു രണ്ട് ആളുകളെ ഇങ്ങനെ കൈകാര്യം ചെയ്യുക, അങ്ങനെയുള്ളതല്ലാതെ ഇങ്ങനെ ക്രൂരമായ രൂപത്തിൽ ദേഹോപദ്രവം ഏൽപ്പിച്ച് ആളുകളെ കൊല്ലുന്നതിന് തുല്യമായ രൂപത്തിലുള്ള ഒരു നടപടി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഈയിടെ ഇത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കൂടുന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു റാഗിങ് കേസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഞാനിവിടെ വരുന്നത്. കോട്ടയം നേഴ്സിംഗ് കോളേജിൽ ആ പാവപ്പെട്ട കുട്ടികൾ എന്താ ചെയ്തത്? പട്ടികജാതിയിൽപ്പെട്ട ആളുകളാണ്. ഭവനത്തിൽ പോലുള്ള സാമ്പത്തിക സ്ഥിതി നമുക്ക് സങ്കല്പിക്കാനുള്ളതല്ലേ ഉള്ളൂ. ആ പാവകൾ 27 ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഹോസ്റ്റലിലാണ് 5 പേരെ ക്രൂരമായി മർദ്ദിച്ചത്. ആ ക്രൂരമർദ്ദനം ഉൾക്കൊണ്ടിട്ട് ആ കുട്ടി വിളിച്ചു പറയുന്നു, ചേട്ടാ ഞാൻ എന്താ തെറ്റ് ചെയ്തത്, എന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവനെ ഇതുപോലെ ദേഹോപദ്രവേൽപ്പിക്കാനില്ല, ഞാനതൊന്നും വിശദീകരിക്കുന്നതേയില്ല. കോമ്പസിലെടുത്ത് പുറത്ത് കുത്തി വരയ്ക്കുകയാണ്. ഈ വരയ്ക്കുന്നവൻ്റെ സാഡിസ്റ്റ് മനോഭാവം എന്താണെന്ന് ആലോചിക്കണം. ഈ വേദന അനുഭവിക്കുന്നവൻ അവിടെ കിടന്ന് പെടയുകയാണ്, അവൻ്റെ മേളിൽ 2 ആൾ കയറി ഇരിക്കുകയാണ്, എന്നിട്ട് കോമ്പസിന് ഇത് കുത്തി വരയ്ക്കുകയാണ്. എന്ത് സാഡിസ്റ്റ് മനോഭാവമാണ്, എന്ത് രൂപത്തിലുള്ള സമീപന, ഇതെന്ത് വിദ്യാർത്ഥി സംഘടന?